മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത വേർപാടുകളിൽ ഒന്ന് തന്നെയാണ് സുബി സുരേഷിന്റെ മരണം. ഒരു ഉച്ച സമയത്ത് മലയാളികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്ന വാർത്തയായിരുന്നു നടി സുബി സുരേഷ് അന്തരിച്ചു എന്നത്. ആദ്യമെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ തന്നെ ഭയമായിരുന്നു. തെറ്റായ വാർത്തയാണെന്ന് കരുതി പല മാധ്യമങ്ങളും ഇത് സ്ഥിരീകരിക്കാതെ വന്ന് റിപ്പോർട്ടായെന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത്ര അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം തന്നെയായിരുന്നു നടിയും മിമിക്രി താരവുമായ സുബി സുരേഷിന് സംഭവിച്ചത്. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം അതേ വീട്ടിൽ മറ്റൊരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. സുബിയുടെ അമ്മയെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു തണലായി തന്നെ കൂടെ നിന്നിരുന്ന വ്യക്തി, സുബിയുടെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം ജീവിതത്തിൽ അവർക്ക് വേണ്ടി തണലായി എത്തിയ ഒരു വ്യക്തി, മലയാളികളുടെ പ്രിയപ്പെട്ട സുബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അതായത് രണ്ടാനച്ഛൻ ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. ആ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുബിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ സുബിയുടെ സുഹൃത്തുക്കളും സുബിയുടെ അമ്മയും കൂടി തന്നെയാണ് സുബിയുടെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ സുബിയുടെ സുഹൃത്തുക്കളും സുബി അറിയുന്നവരും സ്നേഹിക്കുന്നവരും അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ. രാജു MP എന്ന 66 വയസ്സുള്ള സുബിയുടെയും സുബിയുടെ അമ്മയുടെയും വർഷങ്ങളായി തണലായിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. എൻ്റെ വീട് എന്ന് പേരിട്ടിരിക്കുന്നവരുടെ സ്വന്തം വീട്, അതായത് വരാപ്പുഴയിൽ ഓളനാട്ടാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഒക്കെ നടക്കുക. എല്ലാവരെയും ഇത് അറിയിക്കുകയും ചെയ്തത് ഇവരുടെ കുടുംബം തന്നെയാണ്. സുബിക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്. കുടുംബവുമായി മറ്റൊരു വീട്ടിലാണ് സഹോദരൻ താമസിക്കുന്നത്. അതിനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതും സുബി സുരേഷ് തന്നെയായിരുന്നു. സുബിക്ക് തൻ്റെ സഹോദരന് ജീവനാണ്. അതിനേക്കാൾ ഉപരി സഹോദരൻ്റെ കുഞ്ഞിന് അതിലേക്കാൾ ജീവനാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. സഹോദരൻ്റെ കുഞ്ഞിന് വേണ്ടി എല്ലാം ഒരുക്കാൻ എപ്പോഴും സുബി ഒന്നാമത് തന്നെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മനസ്സിൽ വേദനയുണ്ടാവുക. മരണക്കിടക്കയിൽ വച്ച് കിടന്നപ്പോഴും താൻ തിരിച്ചു വരുമെന്ന് അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്ന വ്യക്തിയാണ് സുബി. തനിക്ക് തൻ്റെ മക്കളെ കാണണമെന്ന് ഇടയ്ക്കിടയ്ക്ക് സുബി പറയുമായിരുന്നെങ്കിലും വീട്ടിൽ വന്നിട്ട് കാണാമെന്ന് സുബി തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കുടുംബത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് സുബി സുരേഷ്. സുബിയുടെ അച്ഛൻ സുബിയെയും അമ്മയെയും വിട്ട് 18ാമത്തെ വയസ്സിലാണ് പോയത്. അന്നു മുതൽ സുബിയുടെ സഹോദരനെയും സുബിയുടെ അമ്മയെയും പൊന്നുപോലെ തന്നെ നോക്കുന്നത് സുബി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2023 ഫെബ്രുവരി മാസത്തിൽ കേട്ട ഏറ്റവും വലിയ ദുഃഖവാർത്ത തന്നെയായിരുന്നു നടി സുബി സുരേഷിൻ്റെ മരണം. ഇപ്പോഴിതാ അത്രയും വർഷം പിന്നിട്ട് ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ സുബിയുടെ വീട്ടിലെ മറ്റൊരു മരണം കൂടിയാണ് എത്തിയിരിക്കുന്നത്. സുബി പോയപ്പോൾ സുബിയുടെ അമ്മ ഒറ്റയ്ക്കല്ലല്ലോ എന്നൊരു ചെറിയ ആശ്വാസം ഒരുപക്ഷെ സുബിക്കുണ്ടായെന്നിരിക്കും. എന്നാൽ ഇപ്പോഴാണ് ശരിക്കും സുബിയുടെ അമ്മ ഒറ്റയ്ക്കായത്. സഹോദരനുണ്ട് എങ്കിലും മറ്റൊരു വീട്ടിലായതുകൊണ്ട് സുബിയുടെ വീട്ടിൽ ഇത്രയും അധികം ബഹളവും ആളും ഉണ്ടായിരുന്ന വീട്ടിൽ ഇനി അമ്മ അംബിക ഒറ്റയ്ക്കെന്ന് ചിന്തിക്കാൻ പോലും പ്രേക്ഷകർക്കാകുന്നില്ല. സുബി അത് ആഗ്രഹിക്കുന്നുമില്ല എന്നുറപ്പ് തന്നെയാണ് ഇപ്പോൾ